ശ്രീ ഗണപതയെ നമ. അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതി ചിത്രമുണ്ട്. അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടും. അതായത് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഉന്നത വിജയം നേടുന്നൊരു സമയമാണ്. മംഗളകർമ്മങ്ങളെ സംവദിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ ഉത്തരവാദിത്വം വർദ്ധിക്കും. അതായത് തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മേലിലേക്ക് വരും. ഉത്തരവാദിത്തം വർദ്ധിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ദൂരദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യം, അതായത് ഉദ്ദേശകാര്യങ്ങൾക്ക് ദൂരദേശത്ത് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവമാണ്. ദൂരദേശത്ത് ഉദ്ദിഷ്ടകാര്യത്തിനുള്ള കാര്യം സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ തീർക്കും. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരുന്നൊരു ഒന്നായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾ മുഖേന മനസ്സന്തോഷം കൈവരിക്കും. അതായത് മക്കൾ മുഖേന നിങ്ങൾക്ക് സന്തോഷം, മനസ്സിന് സന്തോഷം ഉണ്ടാകും. ശത്രുപീഡ കുറയും. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സം മാറും. വിവാഹം നടക്കാത്തവരാണെങ്കിൽ വിവാഹത്തിനുണ്ടായ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുന്ന ഒരിതായിട്ടാണ് കാണുന്നത്. നമുക്ക് ദോഷശമനത്തിന് വേണ്ടി ശിവഭജനം നല്ലതാണ്. മഹാദേവന ക്ഷേത്രത്തിൽ പോയി കൂവളമാല കൊടുക്കുന്നതും ശിവനെ ഭജിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. കൂടാതെ കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച ഒരു വർഷം നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. സമാധാനവും ഐശ്വര്യമൊക്കെ കുടുംബത്തിലുണ്ടാവും. പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങും. അത് നേരത്തെയും പറഞ്ഞിരുന്നു. വീട് മൂടി പിടിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. യാത്ര ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്, പ്രയോജനപ്പെടുത്തുക. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. അലസത ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും. എല്ലാം കൊണ്ടും സാമ്പത്തിക നില മെച്ചപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശിവഭജനം നടത്തുന്നതും മഹാദേവന് കൂവളമാല നടത്തുന്നതും ഒക്കെ പിറന്നാളുകൾ തോറും എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളുടെ ഒരു ദോഷം മാറ്റി നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിലേക്ക് നന്ദി, നമസ്കാരം.